അടുത്തടുത്ത വർഷങ്ങളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ബന്ധുക്കളും നാട്ടുകാരും കരുതിയത് ഇതൊക്കെ വെറും സ്വാഭാവിക മരണങ്ങളാണെന്നാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പോലീസുകാർ ആ കല്ലറകൾ തുറന്നപ്പോൾ കണ്ടെത്തിയത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളെയാണ്. വെൽക്കം ടു ന്യൂ സ്റ്റോറീസ് ഫോർ വിച്ചീസ് വ്ലോഗ്. കോഴിക്കോട് കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിലാണ് ഈ ദുരൂഹതകൾ നടന്നത്. 2022 വീട്ടമ്മയായ അന്നമ്മ തോമസ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. 2008 ഭർത്താവ് ടോം തോമസ്, 2011 മകൻ റോയി തോമസ്, 2014 അന്നമ്മയുടെ സഹോദരൻ മാത്യു, അതേ വർഷം തന്നെ കുഞ്ഞ് അൽഫൈൻ, ഒടുവിൽ 2016 ഷാജുവിൻ്റെ ഭാര്യ സിനി, പിന്നീട് ഷാജു. മരിച്ചവരെല്ലാം മരണത്തിന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിച്ചിരുന്നു. എല്ലാവരുടെ ലക്ഷണങ്ങളും ഒന്നായിരുന്നു. വായിൽ നിന്ന് പത വന്ന് കുഴഞ്ഞു വീഴും. ആർക്കും ആ കുടുംബത്തിലെ ആരെയും സംശയമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് റോയി തോമസിന്റെ ഭാര്യ ജോളി ജോസഫ്. NITയിലെ അധ്യാപികയെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പ്രിയങ്കരിയായ ഒരു സ്ത്രീ. എല്ലാവരുടെയും മരണസമയത്ത് ജോളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഏക സമാനത. റോയി തോമസിന്റെ മരണത്തിൽ സംശയം തോന്നിയ സഹോദരൻ റോജി അമേരിക്കയിൽ നിന്ന് നൽകിയ പരാതിയാണ് കേസിലെ വഴിത്തിരിവായത്. 2019 പോലീസ് കല്ലറകൾ വെട്ടിപ്പൊളിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിച്ചു. ഫലം വന്നപ്പോൾ പോലീസ് ഞെട്ടി. ആ അസ്ഥികൂടങ്ങളിൽ തങ്ങി നിന്നിരുന്നത് വില്ലനായ സയനൈഡിന്റെ അംശമായിരുന്നു. ഭക്ഷണത്തിലും സൂപ്പിലും സയനൈഡ് കലർത്തി നൽകി തനിക്ക് തടസ്സമായി നിന്നവരെയെല്ലാം ജോളി ഒന്നൊന്നായി ഇല്ലാതാക്കുകയായിരുന്നു. സ്വത്തുക്കൾ തട്ടിയെടുക്കാനും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കിയ ഒരു സ്ത്രീ. ചിരിച്ചുകൊണ്ട് വിഷം നൽകുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാകാം എന്നതിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലാണ് കൂടത്തായി കൊലക്കേസ്. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ റിയൽ ക്രൈം സ്റ്റോറിക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ബൈ, ടാറ്റാ.